Hello human, it's me, Octopus. Welcome to my world. ഗുണ്ടകളുടെ സഹായം തേടി കേരള പോലീസ്. നിങ്ങൾ ഇന്ന് ഈ വാർത്ത ഒന്ന് കണ്ടു നോക്കണം. ഇത് പുറത്തൊന്നുമല്ല, കേരളത്തിൽ നമ്മുടെ തിരുവനന്തപുരത്ത് കാട്ടാക്കടയിൽ ഒരു എസ് ഐ നടത്തിയ ഒരു സംഭവമാണ്. സ്റ്റേഷനിലേക്ക് ആദ്യം ചെന്നാൽ കർണം പറിച്ച് അടിക്കുക. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ കലാപരിപാടികൾ. പിന്നീട് കുനിച്ചു നിർത്തി നോക്കൊരു ദളിത് യുവാവിന് ഒന്നും അറിയാത്ത പാവത്തെ അധ്വാനിച്ച് ജീവിക്കേണ്ട ഒരു കുടുംബം പോറ്റേണ്ട ആളുടെ കുനിച്ചു നിർത്തി വിലങ്ങി വെച്ച് ഇടിക്കുകയാണ്. ആരാണ് ഇയാളെ? ഒരു നിമിഷം പോലും ആ കാക്കിക്ക് ഇദ്ദേഹം ഈ ക്രിമിനൽ അർഹനല്ല. ക്രിമിനൽ എന്ന് തന്നെ വിളിക്കണം, കാരണം അങ്ങ് വിളിച്ചേ പറ്റുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ പൂർവ്വകാല കാര്യങ്ങൾ ചരിത്രം പരിശോധിച്ചാൽ ഒരു DIGക്ക് പോലും ദുരനുഭവം ഏൽക്കേണ്ടി വന്നു. വാഹനം തടഞ്ഞു നിർത്തിയെന്നാണ് അറിയുന്നത്. അത് സെറ്റിൽമെൻറ്റ് ചെയ്തു തന്ത്രപൂരം. അപ്പോൾ എവിടെയൊക്കെ പിടികൂടിയുള്ള ഒരു പോലീസുകാരനാണോ എന്ന് തോന്നിപ്പോവുകയാണ്. അല്ല പ്രജീഷ്, ഇയാളെ ക്രിമിനൽ എന്ന് വിളിച്ചാൽ ഇയാളെ കോടി ക്രിമിനല തന്നെ. നമ്മുടെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് അയാൾ രണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, പുറകോട്ട് കൈവച്ച് ചങ്ങല അൺകപ്പ് ചെയ്യാനായിട്ട് ഇയാൾക്ക് ആരാ അധികാരം കൊടുത്തത്? നമ്മളിത് കണ്ടിരിക്കുന്നത് എവിടാ? അമേരിക്കയിലെ ജോർജ് ലോഡ് എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു കറുത്ത വർഗ്ഗക്കാരനെ അവിടുത്തെ പോലീസുകാര് പുറകോട്ട് അൺകപ്പ് ചെയ്തിട്ട് ഇടിച്ചു കൊല്ലുന്നത് ലോകം മുഴുവനും കണ്ട. അമേരിക്ക മുഴുവനും പ്രക്ഷോഭമാണ്. കേരളത്തിൽ ഇത് ആവർത്തിക്കാനായിട്ട് ഇയാൾക്ക് ആര് അധികാരം കൊടുത്തു? തന്നെയുമല്ല, ആ പാവപ്പെട്ട മനുഷ്യന്റെ ഭാര്യയെ നൈറ്റ് വലിച്ചു കയറിയാണ് മർദ്ദിച്ചു. വനിതാ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും പട്ടികജാതി വകുപ്പ് കേസെടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇയാൾക്കെതിരെ കേസെടുക്കണം. ഇയാളെ ഇമ്മീഡിയറ്റ് അറസ്റ്റ് ചെയ്യണം, ഇയാളെ സസ്പെൻഡ് ചെയ്യണം, പിരിച്ചുവിടണം. ഒരു തർക്കമില്ല കാര്യം. പിന്നെ പോലീസുകാർക്ക് ഗുണ്ടകളെ ആശ്രയിച്ചാണ് പ്രതികളെ പിടിക്കാൻ പോകണമെങ്കിൽ പിന്നെ എന്തിന് പോലീസ്? അതിനേക്കാളും ആ ഗുണ്ടകൾക്ക് പോലീസിന്റെ യൂണിഫോം അങ്ങ് ഇട്ടാൽ പോരെ. ദളിത് യുവാവിനെ അയാളുടെ ഭാര്യയും ആളറിയാതെ ഇത്രയും രീതിയിൽ ഉപദ്രവിച്ചിട്ട് വഴിയിലിറക്കി വിട്ട ഇങ്ങനെയുള്ള പോലീസുകാരന്മാരെ ഇമ്മീഡിയറ്റ് ആയിട്ട് സസ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്യണം. എന്ത് വേണം ഇതൊക്കെ?